മലപ്പുറത്ത് 1 വയസ്സുള്ള ഒരു കുട്ടി മഞ്ഞപ്പിത്തം മൂലം മരിച്ചു. അത് ചികിത്സ കിട്ടാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇസ്ലാമികമായ ചില അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ടാണ് ചികിത്സയ്ക്ക് കൊണ്ടുപോകാതിരുന്നതെന്ന് പറയുന്നു. എന്താണ് സംഭവം? അതായത് ശാസ്ത്രീയമല്ലാത്ത ചികിത്സാ രീതികൾ പിന്തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഒരു വ്യത്യസ്തമായ ചികിത്സാ രീതികളൊക്കെ പിന്തുടരുന്നത്. ഈ ഓതിയ വെള്ളമൊക്കെ കൊടുക്കുന്ന പരിപാടിയൊക്കെ മലപ്പുറത്തുണ്ട്. ഇനി അതാണോ എന്നറിയില്ല. പക്ഷേ എന്ത് ചികിത്സാ രീതിയാണ് അവർ അവലംബിച്ചതെന്നതിനെ പറ്റിയിട്ട് വ്യക്തതയില്ല. ഈ ആരോഗ്യവകുപ്പിലെ ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിയെ മഴ നനയിച്ചാൽ മഞ്ഞപ്പിത്തം മാറുമെന്നൊക്കെയാണ് അവർ വിശ്വസിച്ചിരുന്നതായിട്ടാണ് പറയുന്നത്. വാർത്ത ഇങ്ങനെയാണ്, വലിയ രീതിയിലുള്ള കൊള്ളൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള വാർത്തയാണിത്. മഞ്ഞപ്പിത്തം ബാധിച്ച കുഞ്ഞിന് മതിയായ ചികിത്സ നൽകാത്തതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയം. മലപ്പുറം കോട്ടയ്ക്കലിലെ പാങ് സ്വദേശികളായ ഹിറ ഹറീറയുടെയും നവാസിൻ്റെയും മകൻ എസൻ യർഹാനാണ് മരിച്ചത്. സംഭവത്തിൽ വ്യക്തത വരുത്താൻ ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതേസമയം കുഞ്ഞിൻ്റെ ബന്ധുക്കൾ ഈ ആരോപണം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മലപ്പുറം DMO വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പിന്നാലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഹിറയുടെയും നവാസിൻ്റെയും വീട്ടിലെത്തി മൊഴിയെടുത്തു. നവാസ് കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ പോയി. ഹിറ ആരോടും സംസാരിക്കാവുന്ന അവസ്ഥയിലല്ലെന്നും വീട്ടുകാർ പറയുന്നു. ബാക്കിയുള്ള ബന്ധുക്കളോട് ചോദിക്കുമ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നത്. പരസ്പര വിരുദ്ധമാണ് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഇല്ലായിരുന്നുവെന്നും പാല് കൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുമായിരുന്നെന്നുമാണ് ബന്ധുക്കൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. പിന്നാലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ച് മരണം സ്ഥിരീകരിച്ചുവെന്നും കുഞ്ഞിനെ കോട്ടയ്ക്കലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കൊണ്ടുപോയതെന്നുമൊക്കെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നതായിട്ട് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന് മതിയായ ചികിത്സ ലഭിച്ചിരുന്നുവോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ അശാസ്ത്രീയ ചികിത്സാ രീതി പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. മഴ നനഞ്ഞാൽ മഞ്ഞപ്പിത്തം മാറും എന്ന തരത്തിലുള്ള അബദ്ധധാരണകളടക്കം മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ കോട്ടയ്ക്കലിലെ വീട്ടിൽ വെച്ചാണ് കുഞ്ഞ് മരിച്ചത്. കുറച്ചു ദിവസങ്ങളായി കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നതായാണ് വിവരം. എന്നാൽ രോഗം മൂർച്ഛിച്ചിട്ടും കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ആധുനിക ചികിത്സ നൽകാനോ മാതാപിതാക്കൾ തയ്യാറായില്ല. കുഞ്ഞിനെ മഴ നനയിക്കുന്ന അടക്കമുള്ള ചികിത്സാ രീതികൾ ഇവർ നടത്തിയിരുന്നതായാണ് വിവരം. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞതോടെ കുഞ്ഞിൻ്റെ സ്ഥിതി അതീവ ഗുരുതരമായിട്ടും ആശുപത്രിയിലേക്ക് മാറ്റാൻ മാതാപിതാക്കൾ തയ്യാറായില്ലെന്നാണ് വിവരം. വൈകുന്നേരത്തോടെ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി. ശനിയാഴ്ച രാവിലെ വീടിന് സമീപത്തെ പള്ളിയിൽ കുഞ്ഞിനെ സംസ്കരിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കുഞ്ഞിൻ്റെ മാതാവ് ഹിറ ഒരു അക്യൂപഞ്ചറിസ്റ്റ് കൂടിയാണ്. ഇപ്പോൾ കാര്യം ഏതാണ്ട് മനസ്സിലായല്ലോ. വീട്ടിലെ പ്രസവത്തെ അടക്കം അനുകൂലിക്കുന്നതും ആശുപത്രിയിൽ പ്രസവിക്കുന്നവരെ വിമർശിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് ഹിറ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പങ്കുവച്ചിരുന്നത്. 2024 ഏപ്രിൽ 24 എസൻ ജനിച്ചത്. വീട്ടിലാണ് ഹിറയുടെ പ്രസവം നടന്നത്. 1 വയസ്സായിട്ടും കുഞ്ഞിന് ഇതുവരെ യാതൊരു തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ് മാതാപിതാക്കൾ നൽകിയില്ല എന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. അപ്പോൾ ഏതാണ്ട് മനസ്സിലായല്ലോ, മതം തലയ്ക്ക് പിടിച്ചിട്ടാണ് ഈ പറയുന്ന പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഈ പറയുന്ന അക്യൂപഞ്ചർ ചികിത്സാ രീതിയൊക്കെ കൊണ്ട് പ്രസവിക്കുക, പിന്നെ വീട്ടിൽ പ്രസവിച്ചിട്ട് അത് വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് കിടക്കുക. ഈ ഏത് കാലത്ത് ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ അങ്ങാണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. കുറച്ച് നാൾ ഒരു 1-2 മാസം മുമ്പ് പ്രസവം വീട്ടിലെടുത്ത് അതെ ആൾക്കാർ തന്നെയാണ് അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മതഭ്രാന്ത് മൂത്ത് കഴിഞ്ഞാൽ മനുഷ്യൻ എന്തും ചെയ്യും എന്നുള്ള അവസ്ഥയുണ്ടല്ലോ, അതിൻ്റെ ഒരു വ്യക്തമാക്കുന്ന കാര്യമാണിത്. ഇത്തരത്തിൽ മതം കൊണ്ട് ചിന്തിക്കുന്നതിൻ്റെ പ്രശ്നമാണിത്. ഈ പറയുന്ന വീട്ടിലെ പ്രസവമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടം പിടിച്ച കാര്യമാണ്. അശാസ്ത്രീയതയാണ് പ്രചരിപ്പിക്കുന്നത്. ഈ വീട്ടിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലീഡിങ് ഉണ്ടായി, കയ്യിൽ നിന്നില്ല, എന്ത് ചെയ്യും? ആ കുട്ടിയെ അമ്മയും മരിച്ചു പോകാം. ഒരു ഗ്യാരണ്ടിയുമില്ല ഈ വീട്ടിലെ പ്രസവത്തിനൊക്കെ. മതം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന അവസ്ഥയിലാണ് മനുഷ്യൻ മാറുന്നത്. ആധുനിക ചികിത്സ തന്നെ നൽകണം. ഈ പറയുന്ന പല വിധത്തിലുള്ള ചികിത്സാ രീതികൾ ഉണ്ടെങ്കിൽ പോലും അക്യൂപഞ്ചർ വെച്ചിട്ട് ഈ പറയുന്ന അക്യൂപഞ്ചറിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ അതിന് ശാസ്ത്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, എന്തൊക്കെയാണെന്ന് അതിനെപ്പറ്റി നമുക്കറിയില്ല. പക്ഷെ പ്രസവം പോലുള്ള കാര്യങ്ങളിൽ ആധുനിക ചികിത്സാ രീതി തന്നെ പിന്തുടരണം. ഈ പറയുന്ന ചികിത്സ, കുട്ടികളുടെ ചികിത്സ, ഇത്തരം കാര്യങ്ങൾ, വാക്സിനേഷൻ, ഈ വാക്സിൻ വിരുദ്ധത മലപ്പുറത്ത് വലിയ രീതിയിൽ പ്രചരിച്ചതാണ്. മലപ്പുറത്തെ ആൾക്കാരുടെ ആരോഗ്യത്തെ ഗണ്യമായി ബാധിക്കുന്ന കാര്യമാണ്. കോവിഡ് വാക്സിൻ എടുക്കാത്ത ആൾക്കാരുടെ സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന കാര്യം, അതിനുശേഷമായിരിക്കണം മതവിശ്വാസം പോലുള്ള കാര്യങ്ങളും. മതവിശ്വാസം തെറ്റെന്നല്ല, മതവിശ്വാസം ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, അതിൽ വിശ്വസിക്കാം. പക്ഷേ മതം മനുഷ്യവിരുദ്ധമാകരുത് എന്നുള്ള ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്തുകൊണ്ട് ഇവർ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് നിഷേധിച്ചിരിക്കുന്നത്. ഇതിന് കേസെടുക്കണം, കൃത്യമായ കേസെടുത്ത് ഈ പറയുന്ന കൊലപാതകത്തിനുള്ള കുറ്റം തന്നെയാണ് ഇവർക്കെതിരെ ചുമത്തേണ്ടത്. കാരണം ചികിത്സ നൽകിയില്ല. മഴ നനയിച്ചാൽ, മഞ്ഞപ്പിത്തം ബാധിച്ച കുഞ്ഞിനെ മഴ നനയിച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം ഒലിച്ചു പോകുമെന്നൊക്കെയുള്ള അബദ്ധധാരണകൾ വയ്ക്കുകയും ചികിത്സ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ? ഇവർക്ക് ഈ
ഒരു വിശ്വാസമുണ്ട് ചില ഓർത്തഡോക്സ് മുസ്ലിംസിൻ്റെ ഇടയിൽ. അവർ വിശ്വസിക്കുന്നത് സ്ത്രീയുടെ ഔറത്തെന്ന് കാണാൻ വിളിക്കുന്നത്, അത് വേറെ ആരും കാണാൻ പാടില്ല. അതായത് അവരുടെ ശരീരം മറ്റൊരാൾ കാണാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പർദ്ദയൊക്കെ ഇട്ട് നടത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന മറ്റൊരു ഡോക്ടർ ആശുപത്രിയിൽ പോയാലും അവർ പറയുന്നത് ഇങ്ങനെയാണ്, മറ്റൊരു ആശുപത്രിയിൽ പോയാലും ആദ്യം നോക്കേണ്ടത് സ്വന്തം സമുദായത്തിലെ ഉള്ള വനിതാ ഡോക്ടർ ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സമുദായത്തിലാണെങ്കിലും ഡോക്ടർ ആയിരിക്കണം. അതും ലഭിച്ചില്ല എങ്കിൽ മാത്രമാണ് ഇസ്ലാമിലെ തന്നെ മറ്റൊരു പുരുഷ ഡോക്ടർ നോക്കുക. അതും ലഭിച്ചില്ലെങ്കിൽ അന്യമതത്തിലുള്ള പുരുഷ ഡോക്ടറെ അത് കഴിവതും ഒഴിവാക്കണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും ഈ രീതിയിലൊന്നും അല്ല ചിന്തിക്കുന്നത്. അവർ വളരെ സ്വതന്ത്രമായിട്ട് പുരോഗമനമായിട്ടും ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ അവർക്ക് കൂടി അപമാനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന ആധുനിക ചികിത്സയും വാക്സിനേഷനെയും ഒക്കെ വേണ്ട എന്ന് വയ്ക്കുകയും ആൾക്കാരെ മരണത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന ഈ വിഭാഗം ആൾക്കാർ. പിന്നെ ഈ കൈകൊട്ടി പ്രാർത്ഥിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ആക്സിഡന്റ് പറ്റിയവരെ പോലും കൊണ്ടുവന്നിട്ട് അവരിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിച്ചാലൊന്നും രോഗം മാറില്ല, ചികിത്സയ്ക്ക് തന്നെ വേണം. ദൈവം പറഞ്ഞിട്ടുള്ളത് പ്രാർത്ഥിക്കേണ്ടെന്നല്ല, പ്രാർത്ഥിക്കാം. പക്ഷേ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, നമ്മളുടെ ആരോഗ്യം ആദ്യം അതിന് വേണം പ്രാധാന്യം കൊടുക്കാൻ. നമ്മളുടെ കർമ്മം എന്താണോ ആ കർമ്മം പൂർത്തീകരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. അത് ചെയ്യാതെ ഈശ്വരനെ പേരിൽ, ഈ പറയുന്ന ആരാധനയുടെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അന്ധവിശ്വാസത്തിൽ ഈ അഡിക്ഷനായിട്ട് ഇത് ഒരു യൂട്യൂബിലൂടെയൊക്കെ ഇത് പ്രചരിപ്പിക്കുക. അതുമാത്രമല്ല വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. അപ്പോൾ എന്നിട്ട് ഒരു വിജയകരമായ എന്നാൽ പ്രസവം നടന്ന സമയത്ത് അതിന് മുമ്പ് ഒരുപാട് പ്രസവങ്ങൾ ഇത്തരം വീട്ടിൽ നടത്തി വിജയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസും മറ്റു കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇട്ട് ആൾക്കാരെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മരണം സംഭവിച്ചപ്പോഴാണ് അത് പുറം ലോകം അറിഞ്ഞത്. അതിനു മുമ്പ് ഇത്തരത്തിൽ ഇതിനെ പ്രചരിപ്പിച്ച് ഒരു അന്ധവിശ്വാസമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പ്രത്യേകം ട്രെയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് ഒരു അപകടകരമായ വസ്തുതയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കുഞ്ഞ് തന്നെ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത് മഞ്ഞപ്പിത്തം വന്ന് അത് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് അവർ വലിയ പോസ്റ്റും മിസ്ലീഡ് ചെയ്ത് കളയും. അപ്പോൾ അത് മാറ്റപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ജീവനുകൾ. ഇത് ശക്തമായ നടപടി വേണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. ഇത് ക്രിമിനൽ ആക്ടിവിറ്റിയായി കണ്ട് നടപടിയെടുക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.